ഉദയനിധി സ്റ്റാലിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നൊരു വിവരം കൂടി ഇപ്പോൾ വരികയാണ്. നടി തൃഷയ്ക്കെതിരായി നടത്തിയ ഒരു സ്ത്രീവിരുദ്ധ പരാമർശം, ദ്വയാർത്ഥ പരാമർശം, അതിനുമായി ബന്ധപ്പെട്ട് ഉദയനിധിയെ വിട്ടയക്കുമെന്നുള്ള തീരുമാനമുണ്ടായിരിക്കുന്നു. അദ്ദേഹം മുൻകൂർ ജാമ്യത്തിനായി മദ്രാസ് ഹൈക്കോടതിയിൽ അപേക്ഷിച്ചിരുന്നു. അപ്പോൾ ജാമ്യത്തിൽ വിടാനുള്ള തീരുമാനമായിരിക്കുന്നു. ഉദയനിധി സ്റ്റാലിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ പോരിലേക്ക് തന്നെ മാറിയിരിക്കുന്ന ഒരു വിഷയം, അത് നടി തൃഷയ്ക്കെതിരായി നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സായ്കുമാർ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. സായ്കുമാർ, ഉദയനിധി സ്റ്റാലിനെ ജാമ്യത്തിൽ വിടും, വിശദാംശങ്ങൾ. റോഷ്നി, അത്യന്തം നിർണായകമായ നടപടി, ആ നിലപാട് തമിഴ്നാട് സർക്കാർ കോടതിയെ അറിയിക്കുകയാണ്. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാൻ ഉദയനിധി സ്റ്റാലിനെ, പ്രതിപക്ഷ നേതാവിനെ വിട്ടയക്കാൻ സർക്കാർ തയ്യാറാണ് എന്ന സർക്കാരിന്റെ നിലപാട് AG ഇപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നു. മദ്രാസ് ഹൈക്കോടതിയിൽ ആ നിലപാട് ഇപ്പോൾ സർക്കാരിന് വേണ്ടി AG അറിയിക്കുകയാണ്. ഇത് സ്ത്രീകൾക്കെതിരെ നടത്തുന്ന അധിക്ഷേപത്തിൽ ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ മാത്രമാണ് ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്തത്. അതിൽ റിമാൻഡ് ചെയ്യാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യം നൽകി ഉദയനിധി സ്റ്റാലിനെ വിട്ടയക്കാൻ തമിഴ്നാട് സർക്കാർ തയ്യാറാണ് എന്ന നിലപാട് 2:15 കോടതി ഈ വിഷയം ജാമ്യാപേക്ഷ പരിഗണനയ്ക്കെടുത്തപ്പോൾ തന്നെ AG സർക്കാരിനെ അറിയിച്ചിരിക്കുന്നു. നേരത്തെ AG നിലപാട് അറിയിച്ചത് ഇതിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ഇനി പ്രസക്തിയില്ല, അത് നിലനിൽക്കില്ല എന്നാണ് AG നേരത്തെ കോടതിയിൽ അറിയിച്ചത്. ഇപ്പോൾ സർക്കാരിന്റെ നിലപാട് എന്നുള്ളത് സ്റ്റേഷൻ ജാമ്യത്തിൽ ഉദയനിധി സ്റ്റാലിനെ തമിഴ്നാട് പോലീസ് രാവിലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത പ്രതിപക്ഷ നേതാവിനെ റിമാൻഡ് ചെയ്യേണ്ടതില്ല, അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാൻ സർക്കാർ തയ്യാറാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള ഉദയനിധി സ്റ്റാലിനെ വിട്ടയക്കം ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായത്. ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ്, സർക്കാർ ഒരു മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് ചെയ്തത്. സ്ത്രീകൾക്കെതിരെ ഉള്ള അധിക്ഷേപ പരാമർശങ്ങളിൽ ഇതാണ് സർക്കാരിന്റെ നിലപാട്. ഇനി ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല, അത് ചെയ്യാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിലാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. റിമാൻഡ് ചെയ്യുന്ന മറ്റ് നടപടിക്രമങ്ങൾ ഇതിൽ ഇപ്പോൾ ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അത്യന്തം നാടകീയമായിട്ടുള്ള നടപടികളാണ് ഇന്ന് രാവിലെ ഉണ്ടായത്. അതിലാണ് ഇപ്പോൾ AG നിലപാട് അറിയിച്ചത്. റിമാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, സ്ത്രീകളുടെ താല്പര്യം സംരക്ഷിക്കുക മാത്രമായിരുന്നു ലക്ഷ്യം എന്നാണ് അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞത്. അതോടൊപ്പം തന്നെ കോടതി പറയുന്നു, ചോദ്യം ചെയ്യൽ നടപടി ഇന്ന് തന്നെ പൂർത്തിയാക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ പോലീസിന് ഹൈക്കോടതി കൊടുക്കുന്നുണ്ട്. അതായത് റിമാൻഡ് ആവശ്യമില്ല, ചോദ്യം ചെയ്യുക മാത്രമായിരുന്നു ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഇന്ന് തന്നെ ആ നടപടി പൂർത്തിയാക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി മദ്രാസ് ഹൈക്കോടതി ഇപ്പോൾ തമിഴ്നാട് പോലീസിനും സർക്കാരിനും നൽകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നടപടി പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും റോഷ്നി ഉദയനിധി സ്റ്റാലിനെ വിട്ടയക്കുക. റിമാൻഡ് ആവശ്യമില്ല എന്ന് സർക്കാർ പറഞ്ഞ സാഹചര്യത്തിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ ഉദയനിധി സ്റ്റാലിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കും. ആ നിലപാടാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിൽ തമിഴ്നാട് സർക്കാരിന് വേണ്ടി AG അറിയിച്ചിരിക്കുന്നത്.